നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ 5th മൊഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു മെയിൻ ടോപ്പിക്കാണ്. നമ്മൾ ഇതിനു മുന്നേ പഠിച്ചത് പ്രോസസ്സ് എന്താണ്, അതുപോലെ കുറേ ഷെഡ്യൂളിങ് അൽഗോരിതംസ് ഒക്കെ പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ 5th മൊഡ്യൂളിൽ ലാസ്റ്റ് സെഷനാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾ സിലബസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സിലബസിൽ ഈ ടോപ്പിക്ക് കാണാം. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്സ് ഒക്കെയാണ്. നമ്മളിതിന് മുന്നുള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ചിരുന്നു. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇതാണ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ കുറേ ടൈപ്സ് നിങ്ങൾക്ക് കാണാം. വാട്ട് ഈസ് സിഗ്നൽ, വാട്ട് ഈസ് സെമാഫോർ, വാട്ട് ഈസ് മെസ്സേജ് ക്യൂ, വാട്ട് ഈസ് മെയിൽ ബോക്സ്, വാട്ട് ഈസ് പൈപ്പ് ആൻഡ് വാട്ട് ഈസ് സോക്കറ്റ് ആൻഡ് വാട്ട് ഈസ് റിമോട്ട് പ്രൊസീജിയർ കോൾസ്, RPC. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിതിന് മുന്നോടിയായിട്ട് എന്താണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ IPC എന്ന് നോക്കാം. IPC refers a mechanism where the operating system allow various processes to communicate with each other. വളരെ ക്ലിയർ ആണ്. നമ്മൾ എന്താണ് പ്രോസസ്സ് എന്ന് പഠിച്ചിരുന്നു. പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റെപ്പുകളുണ്ട്, പ്രോസസ്സുകൾക്ക് ഏതൊക്കെ ഷെഡ്യൂളിങ് അൽഗോരിതംസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. IPC എന്ന് പറയുന്നത് ഈ പ്രോസസ്സുകളെ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ IPC എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമുക്ക് 5 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ 5 പ്രോസസ്സുകളെ മ്യൂച്വലി നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെ സിങ്ക്രണൈസ് ചെയ്യും, ഈ കാര്യങ്ങളാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ ചോദിക്കുക. സോ വി ഹാവ് basically there are 2 fundamental models of IPC. First one is shared memory and second one is message passing. അപ്പോൾ ഇതിൽ 2 കോൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. എന്താണ് ഷെയർഡ് മെമ്മറി എന്നും എന്താണ് മെസ്സേജ് പാസിംഗ് എന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഷെയർഡ് മെമ്മറി നോക്കുകയാണെങ്കിൽ, ഇൻ ഷെയർഡ് മെമ്മറി മോഡൽ എ റീജിയൻ ഓഫ് മെമ്മറി ദാറ്റ് ഈസ് ഷെയർഡ് ബൈ കോപ്പറേറ്റിംഗ് പ്രോസസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ദ പ്രോസസ് ക്യാൻ ബി എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ബൈ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഡാറ്റ ടു എ ഷെയർഡ് റീജിയൻ. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമേജിൽ എന്താണ് ഷെയർഡ് മെമ്മറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഷെയർഡ് മെമ്മറി കൊടുത്തതിൽ നിങ്ങൾ നോക്കുക, 2 പ്രോസസ്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ദർ ആർ 2 പ്രോസസ്സസ്, പ്രോസസ് A ആൻഡ് പ്രോസസ് B. ഒരു കേർണൽ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 പ്രോസസ്സുകളെ മ്യൂച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ പ്രോസസ് Aയിൽ നിന്ന് പ്രോസസ് Bയിലേക്കും പ്രോസസ് Bയിൽ നിന്ന് പ്രോസസ് Aയിലേക്കും ഒരു ഡാറ്റ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ 2 പ്രോസസ്സുകൾക്കും കോമൺ ആയിട്ടൊരു ഷെയർഡ് മെമ്മറി ഉണ്ടാവും. ദ മെമ്മറി സ്പേസ് വിച്ച് ഈസ് ഷെയർഡ് ബൈ പ്രോസസ് A ആൻഡ് B കോമൺലി, ഇതിനെയാണ് നമ്മൾ ഷെയർഡ് മെമ്മറി എന്ന് പറയാം. അപ്പോൾ പ്രോസസ് Aയിൽ നിന്ന് പ്രോസസ് Bയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു കോമൺ ഷെയർഡ് മെമ്മറി വെച്ചിട്ടാണ്. സോ ഇവിടെ കേർണലിൻ്റെ യൂസ് ഇല്ല. നമ്മൾ ടിപ്പിക്കലി 2 പ്രോസസ്സുകളെ ഡയറക്റ്റ് ഷെയർഡ് മെമ്മറി വഴി എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യണം. സോ സെക്കൻഡ് പ്രോസസ് ഈസ് കോൾഡ് മെസ്സേജ് പാസിംഗ്. നമ്മൾ IPCയിൽ 2 മെക്കാനിസമാണ്, ഷെയർഡ് മെമ്മറിയും മെസ്സേജ് പാസിങ്ങും. സോ ഇൻ മെസ്സേജ് പാസിംഗ് മോഡൽ the communication takes place by means of messages exchanged between the cooperative processes. സോ വളരെ ക്ലിയർ ആണ്. നേരത്തെ കേസിൽ എന്തായിരുന്നു, 2 പ്രോസസ്സുകൾക്ക് കോമൺ ആയിട്ടൊരു ഷെയർഡ് മെമ്മറി ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ അങ്ങനെയല്ല. സോ വി ഹാവ് 2 പ്രോസസ്സസ്, പ്രോസസ് A ആൻഡ് B അല്ലേ. 2 പ്രോസസ്സുകളുണ്ട്, പ്രോസസ് Aയും പ്രോസസ് Bയും. സോ പ്രോസസ് Aയും Bയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഷെയർഡ് മെമ്മറി ആണെങ്കിൽ ഒരു ഷെയർഡ് സ്പേസ് ഉണ്ടായിരിക്കും. സോ പ്രോസസ് Aയും Bയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡാറ്റ എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ 2 പ്രോസസ്സുകളാണ് നടക്കുക. ഞാനിവിടെ ആരോയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 ആൻഡ് 2. സോ ഇനീഷ്യലി പ്രോസസ് Aയിൽ നിന്നുള്ള ഇൻഫർമേഷൻ കേർണലിലേക്ക് വരും. യെസ്, അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. പ്രോസസ് Aയിൽ നിന്നുള്ള ഇൻഫർമേഷൻ കേർണലിലേക്ക് വരും. ഈ കേർണൽ വഴി മാത്രമേ ഇൻഫർമേഷൻ എങ്ങോട്ട് വരുള്ളൂ, പ്രോസസ് Bയിലേക്ക് വരുള്ളൂ. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു, ഇവിടെ ഒരു ഷെയർഡ് സ്പേസ് ഇല്ല. സോ the exchange between A and B is taken place through the kernel. കേർണൽ വഴി മാത്രമേ നമ്മൾ ഈ ഡാറ്റ എക്സ്ചേഞ്ച് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ടിപ്പിക്കലി നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ടിപ്പിക്കലി എന്ത് പറയാം, മെസ്സേജ് പാസിങ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും എന്താണ് IPCയിലെ 2 ബേസിക് മെക്കാനിസംസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങളിത് ഈ മെസ്സേജ് പാസിങ്ങും ഷെയർഡ് മെമ്മറിയും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്. സോ നമുക്ക് IPC എന്താണെന്നുള്ള ഒരു ജനറൽ ലോജിക്ക് നമ്മൾ പറഞ്ഞു. സോ ടിപ്പിക്കലി ദർ ആർ 7 ഫങ്ഷൻസ് ടു IPC. IPCക്ക് 7 ഫങ്ഷൻസാണുള്ളത്. ഈ 7 ഫങ്ഷൻസ് 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കുന്നത്.
So the first function is signals, second one is semaphore, third one is message queue, fourth one is mailbox, fifth one is pipe, sixth one is socket, seventh one is remote procedure call or RPC. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജനറലി നമ്മൾ ഇതുവരെ കവർ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. മിക്ക എക്സാമിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മാക്സിമം 20 മാർക്കിന് വരെ ഈ സെഷനിൽ ക്വസ്റ്റ്യൻസ് വരാം 5th മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് നോക്കാം. ഈ ഓരോ ഫങ്ഷൻസും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് സിഗ്നൽസ് ആണ്. IPC യുടെ ഇനീഷ്യൽ ഫങ്ഷൻ വിൽ ബി എ സിഗ്നൽ. So a signal is a notification to process indicating the occurrence of an event. The signal is also called a software interrupt. It is an asynchronous communication between two processes, and the signals can be specified with a number or name. Usually the signal name starts with SIG. വളരെ ക്ലിയർ ആണ്, നമുക്ക് തന്നെ അറിയാം സിഗ്നൽ എന്താണെന്നല്ലേ. അപ്പോൾ നമുക്ക് 2 പ്രോസസ്സുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സിഗ്നൽസ് വേണം. സോ എന്തായിരിക്കും സിഗ്നൽസ് എന്ന് പറയുന്നത്? ഒരു ഇൻഡിക്കേഷനാണ് സിഗ്നൽസ് എന്ന് പറയുന്നത് അല്ലേ. അത് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ, 2 പ്രോസസ്സുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതിനുള്ള ഒരു ടിപ്പിക്കൽ മെത്തേഡാണ് സിഗ്നൽസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സിഗ്നൽസ് ടിപ്പിക്കലി ഒരു അസിൻക്രണസ് പ്രോസസ്സാണ്. അസിൻക്രണസും സിൻക്രണസും നമുക്കറിയാം അല്ലേ. സോ സിഗ്നൽസിൽ ടിപ്പിക്കലി നമുക്ക് ഇത്രയും ഫങ്ഷൻസാണ് IPCയിൽ സിഗ്നൽസായിട്ട് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദി വേരിയസ് സിഗ്നൽസ് റിലേറ്റഡ് IPC ഫങ്ഷൻസ് അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സിഗ്നൽ നമ്മളിപ്പോൾ പറഞ്ഞു ടിപ്പിക്കലി ഒരു ഇൻഡിക്കേഷനാണ് നമ്മൾ സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി IPCയിൽ 6 ഫങ്ഷനാണുള്ളത് സിഗ്നൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു തവണ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിലും ഇത് റിലേറ്റ് ചെയ്ത ഫങ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ടിപ്പിക്കലി 6 ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ നിങ്ങൾ നോക്കുക, സിഗ് ഹാൻഡ്ലർ, റൈറ്റ്, സിഗ്നൽ ഹാൻഡ്ലറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതണം എക്സാമിന്. രണ്ടാമത്തെ ഫങ്ഷനാണ് കണക്റ്റ്, മൂന്നാമത്തെ ഫങ്ഷനാണ് സിഗ്നൽ, നാലാമത്തെ ഫങ്ഷനാണ് മാസ്ക്, അഞ്ചാമത്തെ ഫങ്ഷനാണ് അൺമാസ്ക്, ആറാമത്തെ ഫങ്ഷനാണ് ഇഗ്നോർ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഓൾറെഡി ഇതുപോലത്തെ കുറേ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ച സമയത്ത് ഇതുപോലത്തെ എല്ലാ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിനും ഇതുപോലത്തെ 5-6 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് IPCയിലും. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുക, സിഗ്നൽ ഹാൻഡ്ലർ അല്ലേ ഫസ്റ്റ് ഫങ്ഷൻ. സോ വിച്ച് ഈസ് കറസ്പോണ്ടിങ് ടു എ സിഗ്നൽ ഐഡൻറ്റിഫൈഡ് ബൈ ദി സിഗ്നൽ നമ്പർ ആൻഡ് ഡിഫൈൻ എ പോയിൻ്റർ ടു സിഗ്നൽ കോണ്ടെക്സ്റ്റ്. ഒരു സിഗ്നലിനെ ഇനീഷ്യലൈസ് ചെയ്യാനാണ് നമ്മൾ സിഗ്നൽ ഹാൻഡ്ലർ എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ആ വേർഡ് തന്നെ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഫങ്ഷനാണ് കണക്റ്റ്. So this function is used to connect an interrupt vector to a signal number with a signaled handler function and signal handler arguments. കണക്റ്റ് വളരെ ക്ലിയർ ആണ്. 2 സിഗ്നൽസ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 സിഗ്നൽസിനെ ടിപ്പിക്കലി കണക്റ്റ് ചെയ്യാനാണ് നമ്മൾ കണക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിഗ്നൽ ഹാൻഡ്ലർ ഇനീഷ്യലൈസ് ചെയ്യാനും സിഗ്നൽസിനെ കണക്റ്റ് ചെയ്യാൻ കണക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യും IPCയിൽ. സോ മൂന്നാമത്തെ ഫംഗ്ഷനാണ് സിഗ്നൽ to send the signal identified by a number to signal handler task. ഒരു സിഗ്നലിനെ ആക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സിഗ്നൽ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് മാസ്ക് ആൻഡ് അൺമാസ്ക്. എന്തായിരിക്കും മാസ്ക് എന്ന് പറഞ്ഞാൽ മൂഡ് അല്ലേ. അൺമാസ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സ്. അപ്പോൾ എന്തായിരിക്കും മാസ്ക് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു മാസ്ക് ദി സിഗ്നൽ ആൻഡ് അൺമാസ്ക് ഈസ് എ ഫംഗ്ഷൻ യൂസ്ഡ് ടു അൺമാസ്ക് ദി സിഗ്നൽ. എന്തായിരിക്കും, നമുക്കൊരു 5-6 സിഗ്നൽസ് ഉണ്ടെങ്കിൽ ഈ സിഗ്നൽസിനെയൊക്കെ നമുക്ക് മാസ്ക് ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. നമുക്കൊരു 10 ഫംഗ്ഷൻ ഉണ്ട്. ഈ 10 സിഗ്നൽസിനെ മാസ്ക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. ഇതേ ഫംഗ്ഷനെ തിരിച്ച് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ നമ്മൾ മോഡുലേഷൻ ഡീമോഡുലേഷൻ പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾ 10 സിഗ്നൽസിനെ കമ്പൈൻ ചെയ്യാൻ മാസ്ക് യൂസ് ചെയ്യും, അതിനെ പഴയ രൂപത്തിലേക്ക് മാറ്റാൻ എന്ത് യൂസ് ചെയ്യാം, അൺമാസ്ക് യൂസ് ചെയ്യാം. സോ 6th ഫംഗ്ഷൻ വിൽ ബി ഇഗ്നോർ. എന്തായിരിക്കും ഇഗ്നോർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിഗ്നൽസിനെ ക്യാൻസൽ ചെയ്യാനാണ് ടിപ്പിക്കലി നമ്മൾ എന്ത് ചെയ്യുക, ഇഗ്നോർ യൂസ് ചെയ്യാം അല്ലേ. നമ്മൾ
അപ്പോൾ ഇത്രയും ഫങ്ഷൻസാണ് ടിപ്പിക്കലി സിഗ്നൽസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സിഗ്നൽ ഹാൻഡ്ലർ, കണക്ട്, സിഗ്നൽ, മാസ്ക്, അൺമാസ്ക് ആൻഡ് ഇഗ്നോർ. അപ്പോൾ നിങ്ങളോട് സിഗ്നൽസ് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് സിഗ്നൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ IPC ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. സോ നമ്മൾ ഫസ്റ്റ് IPC ഫങ്ഷൻ ഡിസ്കസ് ചെയ്തു, സിഗ്നൽ, റൈറ്റ്. സെക്കൻഡ് ഫങ്ഷൻ വിൽ ബി സെമാഫോർ. സെമാഫോറാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്ഥിരമായിട്ട് 10 മാർക്കിന് വയ്ക്കുന്ന ക്വസ്റ്റൻ ഏതാണ്? സെമാഫോറാണ്. സെമാഫോണല്ല, SEMAPHORE, അങ്ങനെയാണ് സിഗ്നൽ പറയുന്നത്. ദ വേർഡ് സെമാഫോർ ഈസ് ആൻ ഓൾഡ് സിഗ്നലിംഗ് ടെക്നിക് യൂസ്ഡ് ഇൻ റെയിൽവേസ്. സെമാഫോർ ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഷെയർഡ് പ്രോഗ്രാം വേരിയബിൾ. വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾ വെച്ചിട്ട് ഞാനിതിൻ്റെ ഒരു ജനറലി എന്താണ് സെമാഫോർ എന്ന് പറഞ്ഞുതരാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, നമ്മളിപ്പോൾ സെമാഫോർ എന്നുള്ളത് ടിപ്പിക്കലി സിങ്കർണൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. സിങ്കർണൈസേഷൻ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഇതിൽ തന്നെ ഓൾറെഡി പറയുന്നുണ്ട്, ദിസ് ഇസ് എ സിഗ്നലിംഗ് ടെക്നിക്, ഓൾഡ് സിഗ്നലിംഗ് ടെക്നിക് യൂസ്ഡ് ഇൻ റെയിൽവേസ് അല്ലേ. റെയിൽവേസിൽ നമ്മൾ യൂസ് ചെയ്തൊരു ഫംഗ്ഷൻ്റെ പേരാണ് സെമാഫോർ. ടിപ്പിക്കലി വളരെ ക്ലിയർ ആണ്. ഒരേ ട്രാക്കിലൂടെ 2 ട്രെയിൻ ഓടുന്നുണ്ടെങ്കിൽ, മേ ബി ഒരേ ഡയറക്ഷനിലേക്ക് 2 ട്രെയിൻ ഓടുന്നുണ്ടെങ്കിൽ ആ 2 ട്രെയിനും തമ്മിലൊരു സിങ്കർണൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ സെമാഫോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. ലെറ്റ് us assume multiple processes are used by same region of code, and if we want to access parallelly, then the outcome is overlapped. ഒന്നുമില്ല, ഇതിൽ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. നമുക്ക് ഒരു കോമൺ പ്രിൻ്റർ ഉണ്ട്. ആ പ്രിൻ്റർ ഒരേ സമയം 5 or 6 ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ 6 പേര് ഒരേ സമയം പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ ക്ലിയർ ആണ്. ഒരു പ്രിൻ്റർ 6 പേര് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 6 പേരും അറ്റ് എ ടൈം പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക? ഏത് സിസ്റ്റത്തിനെ ആദ്യം എടുക്കും? ഇപ്പോൾ ഇത് ഒരു സെക്കൻഡിൻ്റെ ഡിലേ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എടുക്കാം അല്ലേ. ഇത് പക്ഷേ 6ഉം അറ്റ് എ ടൈം ആണെങ്കിൽ, പ്രിൻ്റ് കമാൻഡ് കൊടുത്തെങ്കിൽ 6ഉം അറ്റ് എ ടൈം ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ സെമാഫോർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മ്യൂച്വലി ഒരു ഡിവൈസ് ഷെയർ ചെയ്യുന്നത്, ഒരു പ്രിൻ്റർ എന്നുള്ള ഡിവൈസിനെ എത്ര യൂസേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടോ ഈ യൂസേഴ്സ് തമ്മിലൊരു സിങ്കർണൈസേഷൻ ഉണ്ടാക്കാനാണ് ടിപ്പിക്കലി എന്ത് യൂസ് ചെയ്യുന്നത്? സെമാഫോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കാം. സെമാഫോർ എന്ന് പറയുന്നത് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ മ്യൂച്വലി സിങ്കർണൈസേഷൻ ചെയ്യാനാണ് ടിപ്പിക്കലി എന്ത് ചെയ്യുന്നത്? സെമാഫോർ. യെസ്. അപ്പോൾ സെമാഫോർ ബേസിക്കലി ദർ ആർ 2 types ഓഫ് സെമാഫോർ. വിച്ച് വൺ ഈസ് ബൈനറി സെമാഫോർ ആൻഡ് കൗണ്ടിങ് സെമാഫോർ. സോ വാട്ട് ഈസ് എ ബൈനറി സെമാഫോർ? നമ്മൾ ഡിജിറ്റലിൽ പഠിച്ചല്ലേ ബൈനറി. സോ ദ ബൈനറി സെമാഫോർ വിച്ച് ഹാസ് ഓൺലി 2 states 0 and 1, ദാറ്റ് ഈസ് ലോക്ക്ഡ് ഓർ അൺലോക്ക്ഡ് ഓർ അവൈലബിൾ ഓർ അൺഅവൈലബിൾ സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, ബൈനറി സെമാഫോർ എന്ന് പറയുന്നത് ടിപ്പിക്കലി എന്താണ്? ഒരു ടിപ്പിക്കൽ സെമാഫോർ ആണ്. അതിലാകെ നമ്മൾ 2 ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നുള്ളൂ. എയ്തർ ഇറ്റ് മേ ബി എ 0 or 1, എയ്തർ ഇറ്റ് മേ ബി ഓഫ് ഓർ ഓൺ, യെസ്, എയ്തർ ഇറ്റ് മേ ബി എനേബിൾ ഓർ ഡിസേബിൾ എന്ന് പറഞ്ഞൂടെ. സോ രണ്ടാമത്തെ ടൈപ്പ് സെമാഫോർ ആണ് കൗണ്ടിങ് സെമാഫോർ. സോ ദ സെമാഫോർ വിച്ച് അലോ ആർബിട്രറി റിസോഴ്സ് കൗണ്ട് ആർ കോൾഡ് കൗണ്ടിങ് സെമാഫോർ. സോ കൗണ്ടിങ് സെമാഫോറിന് ടിപ്പിക്കലി ഒരു സ്റ്റാർട്ടിങ് കൗണ്ട് ഒരു എൻഡിങ് കൗണ്ട് ഉണ്ടാവും. ആ സ്റ്റാർട്ടിങ് കൗണ്ട് തൊട്ട് ഒരു എൻഡിങ് കൗണ്ട് വരെ സെമാഫോർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 4-bit കൗണ്ടറാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിജിറ്റലിൻ്റെ കേസിൽ അറിയാം, ഇറ്റ് വിൽ കൗണ്ട് ഫ്രം 0000 to 1111. ടിപ്പിക്കലി 0 തൊട്ട് 16 വരെ കൗണ്ട് ചെയ്യും. ഇതുപോലെ ഇതിനൊരു സ്റ്റാർട്ടിങ് കൗണ്ട് ഒരു എൻഡിങ് കൗണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും. അത് വെച്ചിട്ട് അത്രയും തവണ കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് സെമാഫോറിന് നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ടിപ്പിക്കലി എ കൗണ്ടിങ് സെമാഫോർ. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, വാട്ട് ഈസ് എ സെമാഫോർ, വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെമാഫോർ, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് സെമാഫോർ? കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൂടെ ഇത്രയും കാര്യങ്ങൾ? ഇനി നമ്മളോട് ചോദിക്കാം, വാട്ട് ആർ ദി വേരിയസ് IPC ഫംഗ്ഷൻ യൂസ്ഡ് ഇൻ സെമാഫോർ? നമ്മൾ സിഗ്നൽസിൽ കുറേ ഫംഗ്ഷൻസ് പഠിച്ചു. ഇതുപോലെ തന്നെയാണ് ഈ സെമാഫോറിൽ നമ്മൾ ഏതൊക്കെ IPC ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ടിപ്പിക്കലി ദ ഫസ്റ്റ് ഫംഗ്ഷൻ വിൽ ബി OS SCM create. സെക്കൻഡ് ഫംഗ്ഷൻ OS SCM post. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ Oയും Sഉം Cയും ക്യാപിറ്റലാണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ OS SCM pend accept query അല്ലേ. ഈ വേർഡ് തന്നെ ക്ലിയർ ആണ്. ഒന്ന് സെമാഫോർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. OS SCM ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ സെമാഫോർ.
ഒരു പുതിയ സെമാഫോർ പ്രോട്ടോക്കോള് ഇൻഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് എന്തായിരുന്നു, OS സെമാഫോർ പോസ്റ്റ്. ഒരു സെമാഫോറിലേക്ക് ഒരു സ്പെസിഫിക് മെസ്സേജിനെ പാസ് ചെയ്യാൻ നമുക്ക് പോസ്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. OS സെമാഫോർ പെൻഡ്, പുട്ട് സെമാഫോർ ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. സോ മൾട്ടിപ്പിൾ സെമാഫോർസ് ഉണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ഇനീഷ്യലൈസ് ചെയ്യുന്ന സെമാഫോറിനെ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനാണ് OS സെമാഫോർ പെൻഡിങ് എന്നുള്ള സ്റ്റേറ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആണ് OS സെമാഫോർ ആക്സെപ്റ്റ്. സോ വാട്ട് ഈസ് OS സെമാഫോർ ആക്സെപ്റ്റ്? ഒരു സെമാഫോർ റിക്വസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രൂവ് ചെയ്യാനാണ് നമ്മൾ ആക്സെപ്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്, റൈറ്റ്? സോ ലാസ്റ്റ് വൺ ഈസ് OS സെമാഫോർ ക്വറി അല്ലേ. എന്തായിരിക്കും ക്വറി എന്ന് പറഞ്ഞ കീവേഡ്? വളരെ ക്ലിയർ ആണ്. ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി സ്റ്റാറ്റസ് ഓഫ് സെമാഫോർ. അപ്പോൾ നമ്മുടെ കറണ്ട് സെമാഫോറിൻ്റെ ഓപ്പറേഷൻ ഏതുവരെ എത്തി, അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനാണ് നമ്മൾ ക്വറി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, എന്താണ് സെമാഫോർ, സെമാഫോറിൻ്റെ ഫങ്ഷൻ എന്താണ്, സെമാഫോറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, സെമാഫോറിൻ്റെ IPC ഫങ്ഷൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് തരും. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ആണ് ഇപ്പോൾ കിട്ടുക സെമാഫോർ എന്താണെന്ന്. അപ്പോൾ കുറച്ചും കൂടി തിയറട്ടിക്കൽ നോട്ട്സ് എഴുതാനുണ്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് കിട്ടിയില്ല, എന്താണ് സെമാഫോർ, എന്താണ് സിഗ്നൽ, റൈറ്റ്? സോ ദ തേർഡ് IPC ഫങ്ഷൻ വിൽ ബി മെസ്സേജ് ക്യൂ. സോ വാട്ട് ഈസ് മെസ്സേജ് ക്യൂ ജനറലി? മെസ്സേജ് ക്യൂ ആ വേർഡ് തന്നെ ക്ലിയർ ആണ് അല്ലേ. മെസ്സേജ് ക്യൂ is a software engineering component used for IPC. There are a queue for messaging, right? Message queue provides asynchronous communication protocol. The messages are placed onto queue or stored until the receipt receives them. വളരെ ക്ലിയർ ആണ്. മെസ്സേജ് ക്യൂ എന്നുള്ളത് ഇതുപോലത്തെ ഒരു IPC ഫംഗ്ഷനാണ്. അപ്പോൾ എന്തായിരിക്കും മെസ്സേജ് ക്യൂ? നമുക്ക് മൾട്ടിപ്പിൾ മെസ്സേജസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ മെസ്സേജിനെ നമ്മൾ ഒരു പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ 10 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് പ്രോസസ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി 9 മെസ്സേജുകൾ എന്തിലായിരിക്കും? ടിപ്പിക്കലി ക്യൂവിലായിരിക്കും. ഇത് തന്നെയാണ് മെസ്സേജ് ക്യൂ. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഓൾറെഡി നമ്മൾ 2 പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 2 പ്രോസസ്സുകളിൽ കുറേ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ മെസ്സേജുകൾ 1 by 1 ആയിട്ട് പ്രോസസ്സ് എയിൽ നിന്ന് പ്രോസസ്സ് ബിയിലേക്ക് എത്തും. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് ആണ് വരുന്നതെങ്കിൽ സെക്കൻഡ് മെസ്സേജ് തൊട്ടുള്ള എല്ലാ മെസ്സേജുകളും എന്തിലായിരിക്കും? ടിപ്പിക്കലി ക്യൂവിലായിരിക്കും. അപ്പോൾ ഇതേപോലെ സെക്കൻഡ് മെസ്സേജാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ തേർഡ് മെസ്സേജ് തൊട്ടുള്ള എല്ലാം എന്തിലായിരിക്കും? ക്യൂവിലായിരിക്കും. ഇതേ ഉള്ളൂ ജനറലി. അപ്പോൾ മെസ്സേജ് ട്രാൻസ്ഫർ തന്നെയാണ് ബേസിക്കലി. അപ്പോൾ കുറേ മൾട്ടിപ്പിൾ മെസ്സേജസ് വരികയാണെങ്കിൽ ബാക്കി എല്ലാ മെസ്സേജുകളും ടിപ്പിക്കലി എന്തിലായിരിക്കും? ക്യൂവിലായിരിക്കും. ദിസ് ഇസ് ടിപ്പിക്കലി എ മെസ്സേജ് ക്യൂ. സോ ഇത് ടിപ്പിക്കലി നിങ്ങൾ രാജ് കമ്മലിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്. വാട്ട് ആർ ദി വേരിയസ് IPC ഫങ്ഷൻസ് ഫോർ മെസ്സേജ് ക്യൂ? അപ്പോൾ ഇതിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ്, പെൻഡ്, പോസ്റ്റ്, നിങ്ങൾ കണ്ടോ? പോസ്റ്റ്, ഫ്രണ്ട്, ക്വറി, ആക്സെപ്റ്റ് ആൻഡ് ഫ്ലഷ്. ഇത്രയും ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ മെസ്സേജ് ക്യൂവിലെ IPC ഫങ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത സ്ലൈഡിലുണ്ട്, നമുക്ക് നോക്കാം. സോ മെസ്സേജ് ക്യൂവിൻ്റെ IPC ഫങ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ടിപ്പിക്കലി 1 2 3 4 5 6 7 7 ഫങ്ഷൻസ് നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫങ്ഷനാണ് OSQ ക്രിയേറ്റ്. മെസ്സേജ് ക്യൂവിൽ IPC ഫങ്ഷനാണ്. വളരെ ക്ലിയർ ആണ്. ഇനീഷ്യലി മെസ്സേജ് ക്യൂവിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ക്യൂ ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ OSQ ക്രിയേറ്റ് എന്നുള്ള IPC ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്താണ് OSQ പോസ്റ്റ്. എന്തായിരിക്കും OSQ പോസ്റ്റ്? ദിസ് ഈസ് യൂസ്ഡ് ടു പോസ്റ്റ് എ മെസ്സേജ് ടു ദി മെസ്സേജ് ബ്ലോക്ക്. ഒരു മെസ്സേജ് ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെസ്സേജ് ക്യൂവിലേക്ക് ഒരു ഇൻഫർമേഷനെ പോസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് OSQ പെൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ വെയിറ്റ് സ്റ്റേറ്റ് തന്നെയാണ് അല്ലേ. നമ്മൾ ടിപ്പിക്കലി നമുക്ക് മെസ്സേജ് ക്യൂ വരുന്നുണ്ടെങ്കിൽ അതിനെ ഏതൊക്കെ മെസ്സേജിനെ ക്യൂവിലേക്ക് ഇടണം തീരുമാനിക്കുന്നത് ഈ കമാൻഡാണ്. യെസ്. അടുത്താണ് OSQ ആക്സെപ്റ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെസ്സേജ് ക്യൂ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കീവേഡ് യൂസ് ചെയ്യാം അല്ലേ. അടുത്താണ് OSQ ഫ്ലഷ്. വളരെ ക്ലിയർ ആണ്. നമുക്ക് 10 മെസ്സേജസ് ക്യൂവിലാണെങ്കിൽ അതിൽ നമുക്ക് 5ാമത്തെ മെസ്സേജിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫ്ലഷ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഡിലീറ്റ് ദി മെസ്സേജ് ഫ്രം ക്യൂ. ഓൾറെഡി നമുക്കുള്ള മെസ്സേജ് ക്യൂവിൽ നിന്ന് ഒരു മെസ്സേജിനെ ഡിലീറ്റ് ചെയ്യാനാണ് ടിപ്പിക്കലി നമ്മൾ OSQ ഫ്ലഷ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ക്വറി. എന്തായിരിക്കും ക്വറി? നമ്മുടെ കറൻറ്റ്
മെസ്സേജ് ക്യൂവിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ടിപ്പിക്കലി ഈ കമാൻഡിലൂടെ അറിയാം അല്ലേ. സോ ലാസ്റ്റാണ് OSQ പോസ്റ്റ് റൺ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് OSQ പോസ്റ്റ് റൺ എന്നുള്ള മെസ്സേജ് ക്യൂ IPC ഫംഗ്ഷൻ. സോ ടിപ്പിക്കലി നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് ജനറലി ഇത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലായിരിക്കും വരിക. 10 മെസ്സേജുകൾ ഉണ്ടെങ്കിൽ ആദ്യം ഒക്കർ ചെയ്ത മെസ്സേജ് ആദ്യം ട്രാൻസ്ഫർ ചെയ്യും, 10ാമത് ഒക്കർ ചെയ്യുന്ന മെസ്സേജ് 10ാമത് ട്രാൻസ്ഫർ ചെയ്യും. ഈ രീതിയിലാണല്ലോ. അപ്പോൾ ടിപ്പിക്കലി ഫസ്റ്റ് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്ന മൊമെൻറ്റിൽ ബാക്കി എല്ലാ മെസ്സേജുകളും വെയിറ്റിംഗ് ക്യൂവിലായിരിക്കും, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ മേ ബി നമുക്ക് കുറേ മെസ്സേജസ് ക്യൂവിലാണ്. നമുക്കിപ്പോൾ 100 മെസ്സേജസ് ക്യൂവിലുണ്ടെങ്കിൽ നമുക്ക് 98ാമത്തെ മെസ്സേജ് നോർമലി വരുന്നത് 97 മെസ്സേജ് കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ. ഈ 98ാമത്തെ മെസ്സേജ് നമുക്ക് ഇനീഷ്യലി ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, OSQ പോസ്റ്റ് ഫ്രണ്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ഒന്നുമില്ല, അപ്പോൾ പ്രയോറിറ്റിയെ സെറ്റ് ചെയ്യാൻ മെസ്സേജ് ക്യൂവിൽ ഏതൊക്കെ പ്രയോറിറ്റി ഏതൊക്കെ ക്യൂവിന് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് പോസ്റ്റ് ഫ്രണ്ട് യൂസ് ചെയ്യാം. ജനറലി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും അതിന്, പക്ഷെ നമുക്ക് OSQ പോസ്റ്റ് ഫ്രണ്ട് എന്നുള്ള കീവേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ പൊസിഷനിൽ മാറ്റം വരുത്താം. റൈറ്റ്. സോ നമ്മൾ 3 ടിപ്പിക്കൽ IPC ഫങ്ഷൻസ് പഠിച്ചു. സിഗ്നൽ എന്താണ്, സെമാഫോർ എന്താണ്, മെസ്സേജ് ക്യൂ എന്താണ്. സോ ടിപ്പിക്കലി ദ നെക്സ്റ്റ് വൺ വിൽ ബി മെയിൽ ബോക്സ്. സോ ആ കീവേഡ് തന്നെ നമുക്കറിയാലോ എന്താണ് മെയിൽ ബോക്സ്. നമ്മൾ പോസ്റ്റ് ബോക്സ് എന്താ ചെയ്യുന്നത്, ടിപ്പിക്കലി ഇതേ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ മെയിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെസ്സേജസ് ആയിരിക്കും മെയിൽ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് മെസ്സേജസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ മെയിൽ ബോക്സ് യൂസ് ചെയ്യും. സോ മെയിൽ ബോക്സ് ഈസ് ഇൻഡയറക്റ്റ് വേ ഓഫ് സെൻഡിങ് മെസ്സേജസ്. The source is the task that send the message pointer to create a mailbox. There may be a provision of multiple mailboxes for multiple types of destinations or messages. Each mailbox has an ID. Each mailbox usually has one message pointer only, which can point to a message. മെസ്സേജ് ക്യൂ പോലെ തന്നെ അല്ലെ മെയിൽ ബോക്സ് വരുന്നത്. മെയിൽ ബോക്സ് എന്ന് പറഞ്ഞത് ടിപ്പിക്കലി ഒരു നമ്മളിപ്പോൾ നോർമലി മെയിൽ അയക്കുമ്പോൾ ഒന്നെങ്കിൽ അഡ്രസ്സ് നമ്മൾ അല്ലെങ്കിൽ മെയിൽ അയക്കുകയാണെങ്കിൽ എന്താവും, മെയിൽ ID. ഇതുപോലെ സോഴ്സിനും ഡെസ്റ്റിനേഷനും ഒരു ടിപ്പിക്കൽ യുണീക്ക് ID വെച്ചിട്ടാണ് നമ്മൾ മെയിൽ ബോക്സ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഏത് ലൊക്കേഷനിലാണ് എങ്ങോട്ടേക്കാണ് മെയിൽ സെൻഡ് ചെയ്യുന്നതെന്ന് ഈ IDയിൽ ഈവണായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മെയിൽ ബോക്സ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. മെസ്സേജ് ക്യൂ പോലെ തന്നെ മെയിൽ ബോക്സ് നമ്മളിപ്പോൾ പറഞ്ഞു. മെയിൽ ബോക്സിൻ്റെ ടിപ്പിക്കൽ IPC ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, 5 ഫങ്ഷൻസ് ആണ്. OSM ബോക്സ് ക്രിയേറ്റ്, OSM ബോക്സ് ക്രിയേറ്റ്, OSM ബോക്സ് സെൻഡ്, OSM ബോക്സ് വെയിറ്റ്, OSM ബോക്സ് ആക്സെപ്റ്റ് ആൻഡ് OSM ബോക്സ് ക്വറി. എന്തായിരിക്കും ഈ ഫങ്ഷൻ? നമ്മളിപ്പോൾ നേരത്തെ സെമാഫോറിൽ പറഞ്ഞ പോലെ തന്നെ അല്ലേ, മെയിൽ ബോക്സിനെ ക്രിയേറ്റ് എന്നുള്ള ഫങ്ഷൻ ഇനീഷ്യലൈസ് ചെയ്യാൻ അല്ലേ, അതിലേക്ക് ഡാറ്റയെ റൈറ്റ് ചെയ്യാൻ സെൻഡ് എന്നുള്ള ഫങ്ഷൻ. ടിപ്പിക്കലി മൾട്ടിപ്പിൾ മെയിൽസ് വരികയാണെങ്കിൽ ഏതൊക്കെ മെയിലിനെ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് ഇടണം തീരുമാനിക്കാൻ വെയിറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ പെൻഡിങ് സ്റ്റേറ്റ്. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൽ ബോക്സ് അപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ സ്പാമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഫ്ലഷ് ചെയ്യും. ഇതുപോലെ വാലിഡ് ആയിട്ടുള്ള മെയിലാണെങ്കിൽ ടിപ്പിക്കലി നമുക്കത് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം, ആക്സെപ്റ്റ് എന്നുള്ള കമൻറ്റ് വഴി. അടുത്തതാണ് OS മെയിൽ ബോക്സ് ക്വറി. എന്തായിരിക്കും നമ്മളെ കറണ്ട് മെയിൽ ബോക്സ് ഏതൊക്കെയാണോ നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത മെയിൽ ബോക്സ്, ഈ മെയിൽ ബോക്സിനെ കറണ്ട് സ്റ്റാറ്റസ് അറിയാനാണ് നമ്മൾ ക്വറി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ഫങ്ഷൻസ് പറഞ്ഞു? 4 ഫങ്ഷൻസ് പറഞ്ഞു IPCയുടെ. എന്താണ് സിഗ്നൽ, എന്താണ് സെമാഫോർ, എന്താണ് മെസ്സേജ് ക്യൂ, എന്താണ് മെയിൽ ബോക്സ്. റൈറ്റ്. സോ ദ 5th വൺ വിൽ ബി പൈപ്സ്. പൈപ്സ് എന്നുള്ളത് മെസ്സേജ് ക്യൂ മെയിൽ ബോക്സ് ഒക്കെ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ തോന്നും, പക്ഷെ അതിലെ ഡിഫറൻസുകൾ നിങ്ങൾ മനസ്സിലാക്കാം. സോ പൈപ്പ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയം ബിറ്റ്വീൻ 2 or more related or unrelated processes. Right. It can be either within one process or a communication between the child and parent process. The pipe mechanism can be viewed in a real-time scenario. അപ്പോൾ ഇതിൽ പറയുന്നത് പൈപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇതിനൊരു ട്രാൻസ്മിറ്റർ റിസീവർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്കാണ് നമ്മൾ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പൈപ്പ് എന്നുള്ള മെക്കാനിസം യൂസ് ചെയ്യാം. സോ പൈപ്പിൽ നമ്മൾ 2 കീവേഡ്, നിങ്ങൾക്ക് ഈ ഫിഗറിൽ തന്നെ 2 കീവേഡ് കൊടുത്തിട്ടുണ്ട്, റൈറ്റും റീഡും. റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പിലേക്കാണ് പ്രോസസ്സിലെ ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യുന്നത്, ഈ പൈപ്പിൽ നിന്നാണ് നമ്മൾ ഡാറ്റയെ റീഡ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുക.
ഇതിൽ പറയുന്ന എക്സാമ്പിൾ ഇതാണ്, ഒരു റിയൽ ടൈം എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്ന, നമ്മൾ ടാങ്കിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇതിൽ പറയുന്നത്. സോ ദ പൈപ്പ് മെക്കാനിസം ക്യാൻ ബി വ്യൂഡ് വിത്ത് എ റിയൽ ടൈം സെനാരിയോ സച്ച് ആസ് ഫില്ലിംഗ് വാട്ടർ വിത്ത് ദി പൈപ്പ് ഇൻ ടു സം കണ്ടെയ്നർ, സേ എ ബക്കറ്റ്, ആൻഡ് someone retrieving it, say a mug. The filling process is nothing but writing into the pipe, and reading process is nothing but retrieving from pipe. This implies that one output water is input to other. ഒന്നുമില്ല, നമ്മളെ ടാങ്കിലെ മെക്കാനിസം, നമ്മൾ ടാങ്കിലേക്ക് വാട്ടർ പമ്പ് ചെയ്യുന്നു, ഇതിനെ റൈറ്റ് എന്ന് പറയും. ആ പമ്പ് ചെയ്ത വാട്ടറിന് നമ്മൾ പൈപ്പ് യൂസ് ചെയ്തിട്ട് പുറത്തെടുക്കുന്നു, ഇതിനെ നമ്മൾ റീഡ് എന്ന് പറയും. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് പ്രോസസ്സുകൾ തമ്മിലൊരു സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമുക്ക് പൈപ്പ് യൂസ് ചെയ്യാം. പൈപ്പ് ഒരു അസിൻക്രണസ് കമ്മ്യൂണിക്കേഷനാണ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പൈപ്പ് നമുക്ക് രണ്ട് രീതിയിൽ പൈപ്പ് മെക്കാനിസം, ജനറലി പൈപ്പ് എന്ന് പറയുന്നത് വൺ വേ ആണ്, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടിപ്പിക്കലി എ സിംപ്ലക്സ്, നമ്മൾ കുറേ ടൈപ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ് പഠിച്ചില്ലേ. എന്താണ് സിംപ്ലക്സ്? സിംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ വേ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഹാഫ് ഡ്യൂപ്ലക്സ്? ഇത് ഹാഫ് ഡ്യൂപ്ലക്സ് ആയിട്ട് ടു വേ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്ത് പൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ടു വേ കമ്മ്യൂണിക്കേഷൻ? ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ പൈപ്പ് 1 നിങ്ങൾ നോക്കുക. പൈപ്പ് 1 എന്താ പറയുന്നത്? പൈപ്പ് 1 ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ കാണാം അല്ലേ. ഒരു പാരൻറ്റ് പ്രോസസ്സിൽ നിന്ന് ഒരു ചൈൽഡ് പ്രോസസ്സിലേക്ക്, പാരൻറ്റ് പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ ഡാറ്റയെ റൈറ്റ് ചെയ്യും, ചൈൽഡ് പ്രോസസ്സ് ഡാറ്റയെ റീഡ് ചെയ്യും പൈപ്പ് യൂസ് ചെയ്തിട്ട് അല്ലേ. ഇത് ശരിക്കും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അല്ലെങ്കിൽ പാരൻറ്റിൽ നിന്ന് ചൈൽഡിലേക്ക്. ഇപ്പോൾ നമുക്ക് നേരെ തിരിച്ചൊരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിലോ അത് രണ്ടാമത്തെ ഫിഗറിൽ കാണാം. ചൈൽഡിൽ നിന്ന് പാരൻറ്റിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ. അതായത് ചൈൽഡ് എന്നുള്ളത് റൈറ്റ് ചെയ്യും, പാരൻറ്റ് എന്നുള്ളത് എന്ത് ചെയ്യും? റീഡ് ചെയ്യും. അപ്പോൾ ഇത് ഫുൾ ഡ്യൂപ്ലക്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടിപ്പിക്കലി ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യും. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുള്ളൂ. ഇതിനെ നമ്മൾ ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടിപ്പിക്കലി ഒരു ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ടിപ്പിക്കലി 2 വേ ആണ്, പക്ഷെ 1 അറ്റ് എ ടൈം, റൈറ്റ്. ഈ രീതിയിലാണ് നമ്മൾ പൈപ്പ് രണ്ട് മെക്കാനിസംസ് പറയുന്നത്, ഒന്ന് 1 വേയും ഒന്ന് 2 വേയും. യെസ്. അപ്പോൾ ഇതേപോലെ പൈപ്പിൽ വേരിയസ് IPC ഫംഗ്ഷൻ നമ്മൾ രാജ്കമൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, ഇതിൽ കുറേ ഫംഗ്ഷൻസ് കാണാം അല്ലേ. ക്രിയേറ്റ് എന്താ, ഓപ്പൺ എന്താ, റൈറ്റ്, റീഡ്, കണക്റ്റ്, ക്ലോസ്. ഇതേപോലെ നമുക്ക് നോക്കാം IPC ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇതൊക്കെ എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ്, അതിൻ്റെ കീവേഡ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എല്ലാവരും കണ്ടോ? ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? പൈപ്പ് ഡിവൈസ് ക്രിയേറ്റ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? PIPEDEVCREATE അല്ലേ. അതായത് നമ്മുടെ ഒരു പുതിയ പൈപ്പിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓപ്പൺ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പൈപ്പിനെ ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ രണ്ട് പൈപ്പുകളെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സുകളെ കണക്ട് ചെയ്യാൻ കണക്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ഈ പൈപ്പിലേക്ക് ഒരു ഡാറ്റയെ റൈറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. പൈപ്പിലുള്ള ഒരു ഡാറ്റയെ റീഡ് ചെയ്യണമെങ്കിൽ റീഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ നേരത്തെ ഫിഗറിൻ്റെ ആദ്യത്തിൽ കണ്ടത് അല്ലേ, റീഡും റൈറ്റും. നമ്മൾ ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്തൊരു പൈപ്പിനെ ക്ലോസ് ചെയ്യാൻ ക്ലോസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഫങ്ഷൻസാണ് പൈപ്പ് റിലേറ്റ് ചെയ്ത് വരുന്നത്. നിങ്ങൾ നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ ഡിഫറൻസുകൾ മാത്രം ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി, എന്തൊക്കെയാണ് ഡിഫറൻസുകൾ. സോ 6ാമത്തെ IPC ഫംഗ്ഷൻ, ദ 6th ഫംഗ്ഷൻ വിൽ ബി സോക്കറ്റ്. അപ്പോൾ സിഗ്നൽ പറഞ്ഞു, സെമാഫോർ പറഞ്ഞു, മെസ്സേജ് ക്യൂ പറഞ്ഞു, മെയിൽ ബോക്സ് പറഞ്ഞു, പൈപ്പ് പറഞ്ഞു അല്ലേ. 6ാമത്തെ ഫംഗ്ഷൻ ഏതാണ്? സോക്കറ്റ്. സോ one way is to manage IPCs by using socket. A socket is a device-like mechanism provided by the OS for bidirectional communication or bidirectional transfer of messages between multiple client and server process. Each socket have a source address and a port number. വളരെ ക്ലിയർ ആണ്. സോക്കറ്റും പൈപ്പും എന്നുള്ള ഒറ്റ വ്യത്യാസം, സോക്കറ്റ് ഒന്നെങ്കിൽ either it may be a one-way communication or it may be a simplex communication or half duplex communication അല്ലേ. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം. അതായത് പ്രോസസ്സ് എയും പ്രോസസ്സ് ബിയും ആണെങ്കിൽ പ്രോസസ്സ് എയിൽ നിന്ന് ബിയിലേക്ക് സെൻഡ് ചെയ്യാം. B to A പോസിബിൾ ആവില്ല ഫസ്റ്റ് ടൈപ്പിൽ. സെക്കൻഡ് ടൈപ്പിൽ എന്തായിരുന്നു? 2 വേ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് സെൻഡ് ചെയ്യാം.
ബിയിൽ നിന്ന് എയിലേക്കും സെൻഡ് ചെയ്യാം, ബട്ട് അറ്റ് എ ടൈം പറ്റില്ല. അതായത് എ ടു ബി എന്നുള്ള ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബി ടു എ ചെയ്യാൻ പറ്റുള്ളൂ. ഇതായിരുന്നല്ലോ ഹാഫ് ഡ്യൂപ്ലക്സ്. ഇത് ടിപ്പിക്കലി സോക്കറ്റ് എന്ന് പറഞ്ഞ് പ്യുവർലി ഫുൾ ഡ്യൂപ്ലക്സ് ആണ്. ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് എ ബി എന്നുള്ള രണ്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും അറ്റ് എ ടൈം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം, സോക്കറ്റ് എന്ന് പറയാം, റൈറ്റ്. ഇതാണ് സോക്കറ്റും പൈപ്പും തമ്മിലുള്ള ഡിഫറൻസ്. സോ ടിപ്പിക്കലി ദ സോക്കറ്റ് ഹാവ് എ സോഴ്സ് അഡ്രസ് ആൻഡ് എ പോർട്ട് നമ്പർ. ഒരു സോഴ്സ് അഡ്രസ്സും ഒരു പോർട്ട് നമ്പറും വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത്. ഏത് ഡെസ്റ്റിനേഷനിലേക്ക് ഏത് ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യണം തീരുമാനിക്കുന്നത് ഈ സോഴ്സ് അഡ്രസ്സും പോർട്ട് നമ്പറും വെച്ചിട്ടാണ്, റൈറ്റ്. അപ്പോൾ ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോക്കറ്റിൻ്റെ IPC ഫങ്ഷൻസ് ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ. ഇതിൽ നമുക്ക് ഓരോ കേസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഇതിലെ ഫങ്ഷൻസ്, റൈറ്റ്. അപ്പോൾ സോക്കറ്റിൻ്റെ IPC ഫങ്ഷൻസ് നമുക്ക് നോക്കാം. സെയിം ആണ്. അപ്പോൾ ഞാനതിൽ എല്ലാത്തിലും എക്സ്പ്ലനേഷൻ ഒന്നും എഴുതിയിട്ടില്ല, കാരണം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. പൈപ്പാണ്, ഇവിടെ സോക്കറ്റാണ്, ആ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ടിപ്പിക്കലി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ദ സോക്കറ്റ് എന്നുള്ള കീവേഡാണ്. ദ സോക്കറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത് ഒരു സോക്കറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പുതിയ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ സോക്കറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്, റൈറ്റ്. അടുത്താണ് ബൈൻഡ്. എന്തായിരിക്കും ബൈൻഡ് എന്നുള്ള കീവേഡ്? നമുക്ക് കുറേ മൾട്ടിപ്പിൾ സോക്കറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ സോക്കറ്റ്സിനെ കമ്പൈൻ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമുക്ക് ബൈൻഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് വൺ ഈസ് ലിസൺ. ലിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വറി എന്നുള്ള കീവേഡ് അല്ലേ, സെയിം. സോ ദ ലിസൺ ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി സ്റ്റാറ്റസ് ഓഫ് സോക്കറ്റ്. നമ്മൾ സോക്കറ്റിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനാണ് ലിസൺ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ആക്സെപ്റ്റ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു സോക്കറ്റ് ഉണ്ടായിരുന്നു, ആ സോക്കറ്റിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അപ്രൂവ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ആക്സെപ്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. അടുത്താണ് റിസീവും സെൻഡും അല്ലേ. ഡാറ്റ റിസീവ് ചെയ്യാനും ഡാറ്റ സെൻഡ് ചെയ്യാനും ഈ കീവേഡ് യൂസ് ചെയ്യാം. അടുത്താണ് ദ ക്ലോസ്. ക്ലോസ് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു സോക്കറ്റിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലോസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എളുപ്പമാണ്. സോക്കറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ സോക്കറ്റ് എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ IPC ഫംഗ്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ഫങ്ഷൻസ് പറഞ്ഞു? ജനറലി ഇത്രയും ഫങ്ഷൻസ് പറഞ്ഞു അല്ലേ. സോ ലാസ്റ്റ് വൺ RPC. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇത് IPCയുടെ സബ് ടൈപ്പായിട്ട് തന്നെ പറയുന്നുണ്ട്, ചിലതിൽ ഇത് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ടിപ്പിക്കലി RPC അല്ലെങ്കിൽ റിമോട്ട് പ്രൊസീജിയർ കോൾസ് എന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. RPC ഈസ് എ പ്രോട്ടോകോൾ that one program can use a request service from a program located in another computer on a network without having to understand the network details. വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ നിയർ ബൈ കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ നമ്മൾ പറയുന്നത്, സോ നമുക്ക് രണ്ട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ ഒരു ലൊക്കേഷനിലും അടുത്ത കമ്പ്യൂട്ടർ വേറെ ലൊക്കേഷനാണ്. അപ്പോൾ ഇതിന് രണ്ടിനും പ്യുവർലി റിമോട്ട്ലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, രണ്ടിനെയും വയർലെസ് ആയിട്ട് റിമോട്ട്ലി നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ ടിപ്പിക്കലി എന്ത് പറയാം? RPC ഡീലിംഗ് വിത്ത് ദി എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ പ്രോസസ് ആർ എക്സിക്യൂട്ടിംഗ് ഓൺ സെപ്പറേറ്റ് സിസ്റ്റം. വി മസ്റ്റ് യൂസ് എ മെസ്സേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കീം ടു പ്രൊവൈഡ് റിമോട്ട് സർവീസ്. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് IPC ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. ഒന്ന് ഷെയർഡ് മെമ്മറിയും ഒന്ന് എന്തായിരുന്നു, മെസ്സേജും അല്ലേ. ഷെയർഡ് മെമ്മറി എന്നുള്ളൊരു കോൺസെപ്റ്റും പറഞ്ഞിരുന്നു, മെസ്സേജ് പാസിംഗ് എന്നുള്ളൊരു മെക്കാനിസം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ടിപ്പിക്കലി നമുക്ക് ഷെയർഡ് മെമ്മറി എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? രണ്ടും സെപ്പറേറ്റ് സിസ്റ്റംസ് ആണ്, രണ്ടും മേ ബി രണ്ട് ലൊക്കേഷനിലെ രണ്ട് സിസ്റ്റംസ് ആണ്. ഈ രണ്ട് ഡിവൈസിനാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലേ, വയർലെസ്ലി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഷെയർഡ് ഡാറ്റ എന്നുള്ളൊരു മെമ്മറി സ്പേസ് ഉണ്ടാവില്ല ഇവിടെ. കാരണം എന്താ? രണ്ട് ലൊക്കേഷൻ, രണ്ടും സെപ്പറേറ്റ് സിസ്റ്റം അല്ലേ. അപ്പോൾ നമ്മൾ മെസ്സേജ് പാസിംഗ് എന്നുള്ളൊരു മെക്കാനിസം വഴിയാണ് നമ്മൾ RPC വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഷെയർഡ് മെമ്മറി മെസ്സേജ് പാസിംഗ് ഉണ്ടായിരുന്നു. മെസ്സേജ് പാസിങ്ങിലൂടെയാണ് നമ്മൾ RPC എന്ത് ചെയ്യുന്നത്, RPCൻ്റെ വർക്കിംഗ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, രണ്ട് സിസ്റ്റത്തിനെ റിമോട്ട്ലി നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് RPC. അപ്പോൾ RPCൻ്റെ മെക്കാനിസം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫിഗർ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ടിപ്പിക്കലി നമുക്ക് ക്ലയൻറ്റും ഉണ്ട് സെർവറും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ രണ്ടും റിമോട്ട്ലി. ഒന്നുമില്ല, നമ്മളിപ്പോൾ രണ്ട് ഡിവൈസസ് ഉണ്ടെങ്കിൽ ഒന്നിനെ മാസ്റ്റർ ഒന്നിനെ സ്ലേവ് എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് ഡിവൈസിനെ ക്ലയൻ്റ് എന്നും
നമ്മൾ എങ്ങോട്ടാണോ സെൻഡ് ചെയ്യുന്നത് അതിനെ സെർവർ എന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡാറ്റ ഫ്ലോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഇപ്പോൾ ക്ലയൻറ്റ് മെഷീൻ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ, നമുക്ക് കോൾ എന്നുള്ള ഫംഗ്ഷൻ കാണാം, പാക്ക് കാണാം, സെൻഡ് കാണാം അല്ലേ. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് മെസ്സേജിനെ RPC എന്നുള്ള മെക്കാനിസം വഴി ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളെ മെസ്സേജിനെ കോൾ ചെയ്യും. അപ്പോൾ ഒരു ലോങ് മെസ്സേജ് ആണെങ്കിൽ ആ ലോങ് മെസ്സേജിനെ നമ്മൾ പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10-20 മെസ്സേജസ് അറ്റ് എ ടൈം നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ മെസ്സേജാക്കി മാറ്റും. ഇതിനാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഈ പാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മെസ്സേജിനെ കോൾ ചെയ്തു, പാക്ക് ചെയ്തു, സെൻഡ് ചെയ്തു. അപ്പോൾ ഈ സിഗ്നൽ ടിപ്പിക്കലി ഈ ഫ്ലോ നിങ്ങൾ നോക്കുക. സെർവർ എന്ത് ചെയ്തു, സെൻഡ് ചെയ്ത ഈ മെസ്സേജിനെ റിസീവ് ചെയ്തു. ഓൾറെഡി ഇവിടെ നമ്മൾ ഇനീഷ്യലി ക്ലയൻറ്റിൽ പാക്ക് ചെയ്തിരുന്നു, ഇവിടെ നമ്മൾ അൺപാക്ക് ചെയ്തു അല്ലേ. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ മോഡുലേഷൻ ഡിമോഡുലേഷൻ പറയില്ലേ, സെയിം കോൺസെപ്റ്റ്. നമ്മൾ ഡിജിറ്റലിൽ ഡീകോഡർ എൻകോഡർ പറയില്ലേ, മക്സ് ഡിമക്സ് പറയില്ലേ, ഇതേപോലെ. അപ്പോൾ ആദ്യം ഇനീഷ്യലി നമ്മൾ കോൾ ചെയ്തു, പാക്ക് ചെയ്തു, സെൻഡ് ചെയ്തു. സെർവർ എന്ത് ചെയ്തു, ഇതിനെ റിസീവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി പാക്കഡ് ആക്കിയിട്ടുണ്ട്, അതിനെ അൺപാക്ക് ചെയ്തു, തിരിച്ച് വീണ്ടും എന്ത് ചെയ്തു, കോൾ ചെയ്തു. അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ഈ മെസ്സേജിന് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മെക്കാനിസത്തിൽ ഒരു സ്പെസിഫിക് അഡ്രസ്സ് പറയുന്നുണ്ട്. ഇതാണ് ക്ലയൻറ്റ് സ്റ്റെപ്പും സെർവർ സ്റ്റെപ്പും അല്ലേ. ഒന്നുമില്ല, ഇതതിൻ്റെ ജസ്റ്റ് അഡ്രസ്സ് പോലെ അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ RPC. ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിലോ ഡാറ്റ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാം നമ്മൾ ആദ്യം അയച്ച മെസ്സേജിൻ്റെ ഒരു റിപ്ലൈ പോലെ അല്ലേ, നമുക്കൊരു പ്രോസസ്സ് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ റിട്ടേൺ വന്നു, കോള് പോലെ തന്നെ റിട്ടേൺ, പിന്നെ എന്ത് വന്നു, പാക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ സെർവർ ടു ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് പറയാനുള്ളത് കേട്ടോ. റിട്ടേൺ ചെയ്തു, പാക്ക് ചെയ്തു, മെസ്സേജിനെ പാക്ക് ചെയ്തു, ഡാറ്റയെ സെൻഡ് ചെയ്തു, റിസൾട്ട് പാക്കറ്റിന് എന്ത് ചെയ്തു, ക്ലയൻറ്റ് റിസീവ് ചെയ്തു, പാക്ക് ചെയ്ത മെസ്സേജിനെ അൺപാക്ക് ചെയ്തു, ഡാറ്റ എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. അപ്പോൾ ഈ രണ്ട് 2-way കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഹൗ ക്ലയൻറ്റ് ടു സെർവർ ട്രാൻസ്ഫറിങ് ഈസ് പോസിബിൾ ആൻഡ് ഹൗ സെർവർ ടു ക്ലയൻറ്റ് ട്രാൻസ്ഫറിങ് ഈസ് പോസിബിൾ. ഈ രണ്ട് മെക്കാനിസം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ടിപ്പിക്കലി RPC അല്ലെങ്കിൽ റിമോട്ട് പ്രൊസീജിയർ കോൾ എന്നുള്ള കോൺസെപ്റ്റ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിൽ IPC ഫങ്ഷൻസ് ഒന്നും പഠിക്കാനില്ല. ഈ RPC എന്താണ്, RPCൻ്റെ വർക്കിംഗ് എന്താണ് അല്ലേ. ഈ വർക്കിംഗ് നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് ഈ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ജനറലി നമ്മളിപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ഇത്രയാണ് നമ്മളെ സിലബസിൽ വരാനുള്ളത് അല്ലേ. നിങ്ങൾ സിലബസ് ആദ്യം നോക്കുക. സിലബസിൽ എന്താണുള്ളത്, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, സിഗ്നൽ, സെമാഫോർ, മെസ്സേജ് ക്യൂ, മെയിൽ ബോക്സ്, പൈപ്പ്, സോക്കറ്റ്, RPC അല്ലേ. അപ്പോൾ സിഗ്നൽ പറഞ്ഞു, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു എന്താണ്, രണ്ട് മെക്കാനിസം പറഞ്ഞു, ഷെയർഡ് മെമ്മറി, മെസ്സേജ് പാസിംഗ്, എന്താണ് 7 ഫങ്ഷൻസ് ഏതൊക്കെയാണ് IPCയുടെ, അതുപോലെ എന്താണ് സിഗ്നൽ, അതിലെ വേരിയസ് IPC ഫങ്ഷൻ ഏതൊക്കെയാണ്, എന്താണ് സെമാഫോർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, അതിൻ്റെ IPC ഫങ്ഷൻസ് ഏതൊക്കെയാണ്, എന്താണ് മെസ്സേജ് ക്യൂ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിലെ IPC ഫങ്ഷൻസ് ഏതൊക്കെയാണ്, എന്താണ് മെയിൽ ബോക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ IPC ഫങ്ഷൻ ഏതൊക്കെയാണ്, എന്താണ് പൈപ്പും മെസ്സേജ് ക്യൂ തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. പൈപ്പിൻ്റെ വർക്കിംഗ് എന്താണ്, അതിൽ 1-വേയും 2-വേയും കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോസിബിൾ ആവുന്നു, അതിൽ ഏതൊക്കെ IPC ഫങ്ഷൻസ് ആണ് പൈപ്പിൽ യൂസ് ചെയ്യുന്നത്, എന്താണ് സോക്കറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, IPC ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ എന്താണ് RPCയിൽ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ ഓൾറെഡി എൻറ്റയർലി നമ്മൾ 5th മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. 5th മൊഡ്യൂളിലെ പ്രീവിയസ് ടോപ്പിക്സൊക്കെ നമ്മളിതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു തീർക്കേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. യെസ്, അപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി ഇതാണ് അതിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാ തവണയും 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് മെയിൽ ബോക്സ് ആൻഡ് മെസ്സേജ് ക്യൂ ഇൻ IPC. 10 മാർക്കിന് April 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ
എന്താണ് മെയിൽ ബോക്സ്, എന്താണ് മെസ്സേജ് ക്യൂ, രണ്ടും എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൽ ഏതൊക്കെ IPC ഫങ്ഷൻസ് ഉണ്ട്, ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം 10 മാർക്കിന് അല്ലേ. നിങ്ങൾ നോക്കുക, ഡിസ്കസ് ദി കോൺസെപ്റ്റ് ഓഫ് IPC. ഡിസ്കസ് ദി കോൺസെപ്റ്റ് ഓഫ് IPC എന്ന് പറഞ്ഞാൽ എന്താണ് IPC, എന്താണ് ഷെയർഡ് മെമ്മറി, എന്താണ് മെസ്സേജ് പാസിംഗ്, ഏതൊക്കെ IPC ഫങ്ഷൻസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതിയാൽ മതി. എന്ത് സെമാഫോർ, എന്ത് സിഗ്നൽ, എന്ത് മെസ്സേജ് ക്യൂ, എന്ത് മെയിൽ ബോക്സ്, എന്ത് പൈപ്പ്, എന്ത് RPC, എന്ത് സോക്കറ്റ്, എന്ത്. അപ്പോൾ 10 മാർക്കിന്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ് മെസ്സേജ് പാസിംഗ്, എന്താണ് ഷെയർഡ് മെമ്മറി, ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ഡിസ്ക്രൈബ് ദി യൂസ് ഓഫ് മെയിൽ ബോക്സ് ആൻഡ് RPC അല്ലേ. റിമോട്ട് പ്രൊസീജിയർ കോൾ എന്താണ്, മെയിൽ ബോക്സ് എന്താണ്, ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ മെയിൽ ബോക്സിന് 5 മാർക്കും RPCക്ക് 5 മാർക്കുമാണ്. 10 മാർക്കിന് ഡിസംബർ 2. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡിസംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഈ 2 ക്വസ്റ്റ്യനും IPC റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരൊറ്റ സെഷനിൽ നിന്ന് മാത്രം നമുക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ആർട്ടോസ് സെമാഫോർ പ്രൊട്ടക്ട് ഡാറ്റ, എക്സ്പ്ലെയിൻ ബൈ ഗിവിങ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ എന്താണ് സെമാഫോറിൻ്റെ ടൈപ്പ് എന്താണ്, അതിലൊരു ജനറൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പ്രിൻ്ററിൻ്റെ കേസ്. അതൊരു ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് അതിലെങ്ങനെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതിലെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ IPC ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് തൊട്ട് മുന്നത്തെ എക്സാമിനാണ് ചോദിച്ചത്. ഹൗ ഡസ് ആർട്ടോസ് സെമാഫോർ പ്രൊട്ടക്ട് ഡാറ്റ, എക്സ്പ്ലെയിൻ ബൈ ഗിവിങ് ആൻ എക്സാമ്പിൾ. റൈറ്റ്, മെയ് 2019 ചോദിച്ചത്, 10 മാർക്കിന്. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ RPC വിത്ത് ആൻ എക്സാമ്പിൾ. റിമോട്ട് പ്രൊസീജിയർ കോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചത് അല്ലേ. RPC ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ RPC എന്താണ്, അത് ഡീറ്റെയിൽ ആയിട്ട് ആ സെർവർ ക്ലയൻറ്റ് മോഡലൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കുക, മെയ് 2019 20 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ അല്ല, 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും. അപ്പോൾ ഈ ഒരൊറ്റ പാർട്ടിൽ നിന്ന് സ്ഥിരമായിട്ട്, അപ്പോൾ കമ്പൽസറി ആയിട്ട് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇതാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് പഠിക്കാം. നമ്മൾ 5th മൊഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5th മൊഡ്യൂൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കും.